നമസ്കാരം. നാം ഏവരും മെയ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മെയ് മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് അത്രമേൽ സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. കാരണം ഇവരുടെ ജീവിതത്തെ പല രീതിയിലും ബാധിച്ചിരുന്ന ശനിദോഷം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയം. അതിനാൽ വളരെയധികം നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുക, ശനി കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുക എന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശനിദേവന്റെ കടാക്ഷത്താൽ അഥവാ ശനിദോഷം ഒഴിഞ്ഞു പോയ ആ നക്ഷത്രക്കാർ ഇവരാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രം തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യം നിറഞ്ഞ മാസമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശനിയുടെ കടാക്ഷത്താൽ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും ഒഴിയുകയും അവ അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഈ സമയം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ശരിയായ രീതിയിൽ ധനം ഉപയോഗിക്കുവാനും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സമയം. ഈ സമയം തീർച്ചയായും പിതൃക്കളാൽ നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പിതൃക്കളുടെ കടാക്ഷവും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ്. അധികാരമുള്ള പദവികളിൽ നിങ്ങൾ ശോഭിക്കുന്നതാകുന്നു. തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി വന്നു ചേരും. വ്യാപാരം ആരംഭിക്കുന്നതും ശുഭകരമായി ഭവിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്ന് കിട്ടുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചേർന്ന് നടത്തുന്നതായ ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. അനാവശ്യമായ തിടുക്കവും ഉത്കണ്ഠയും ഒഴിവാക്കുക. ഈ സമയം നിങ്ങൾക്ക് ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളും അനുകൂലമാവാം. തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാണ്. ജോലി ലഭിക്കുന്നതായ സമയം, വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുന്നതായ സമയം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം. ശനിദേവന്റെ കടാക്ഷത്താൽ ശനി ദൃഷ്ടി ഒഴിഞ്ഞ സമയമായതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതായ സമയം. പല കാര്യങ്ങളും ജീവിതത്തിൽ മുടങ്ങിപ്പോയതാണ് എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുമതികൾ, മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. കൂടാതെ ഈ സമയം കടം തിരികെ ലഭിക്കുവാനും കൈവായ്പകൾ തിരികെ ലഭിക്കുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഉയർച്ച ദൃശ്യമാകുന്ന ഒരു സമയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ജോലി സംബന്ധമായി കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ജോലി മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും അനുകൂലമാണ് സമയം. ഭാഗ്യക്കുറി പോലും ലഭിക്കുവാൻ സാധ്യതയുള്ള സമയം എന്ന് തന്നെ പറയാം. അത്രമേൽ സൗഭാഗ്യങ്ങൾ ശനിദേവന്റെ കടാക്ഷത്താൽ കൂടി വന്നു ചേരുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശിവകടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം ശനി ദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതായ സമയമാണ്. അതിനാൽ ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് അംഗീകാരം സമൂഹത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാണ്. എന്നാൽ മുൻ സമയങ്ങൾ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ അത്രമേൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ധനപരമായി മാത്രം ആകണം എന്നില്ല. മറ്റു പല രീതികളിലൂടെയും നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരുന്നതായ സമയമാണ്. എന്നാൽ ശനി ദൃഷ്ടി അകന്നതിനാൽ തന്നെ തൊഴിൽപരമായി നേട്ടങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം.
കൂടാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. കൂടാതെ ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ലഘൂകരിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ ഈ മാസം പൊതുവെ സ്വൈര്യം അല്പം, മനസമാധാനം അല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വിദേശ പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശുഭകരമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ, അവസരങ്ങൾ വന്നു ചേരുക എന്നീ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിജയം നേടുക തന്നെ ചെയ്യും. ഈ സമയം ആലസ്യം അല്ലെങ്കിൽ പല രീതിയിലുള്ള മടി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. ശനിദേവന്റെ കടാക്ഷമുണ്ട്. കൂടാതെ ഈ സമയം പരമശിവനെ കൂടി നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്പം ശുഭകരമായിരുന്ന സമയമാണ്. എന്നിരുന്നാൽ പോലും ചില മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ശനി ദൃഷ്ടി ഒഴിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരും. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുവാൻ സാധിക്കും. മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ പോലും തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കടങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് ചെറു വായ്പകളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ സമയമാണ്. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാം. എന്നാൽ ഈ സമയം തീർച്ചയായും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകരുത്. ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ സമയം തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുക. കൂടാതെ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്കും ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. നൂതനമായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലുമുള്ള നൂലാമാലകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഉന്നതരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക, അവരുമായി ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. ശുഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതായ കാര്യങ്ങൾക്ക് വഴി തുറക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അനാവശ്യമായ ചിന്തകൾ, ആലോചനകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഉത്കണ്ഠകൾ ഒഴിവാക്കുക. കാരണം സമയം അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉയർച്ച നേടാം എന്ന കാര്യം ഓർക്കുക. യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നിലപാടുകൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാം. അത് മക്കളുടെ വിവാഹ കാര്യത്തിലും ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം.
പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തീർച്ചയായും ഈ സമയം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് അല്പം ദോഷകരമായ സമയങ്ങളിലൂടെ കടന്നു വന്ന നക്ഷത്രക്കാരാണ് എന്ന് പറയാം. പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, അത്തരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോയിരിക്കുന്നതായ സമയമാണ്. തീർച്ചയായും ശനിദേവന്റെ കടാക്ഷമുണ്ട്. ശനി ദൃഷ്ടി ഒഴിഞ്ഞിരിക്കുന്നതായ സമയം. അതിനാൽ തന്നെ തീർച്ചയായും സാമൂഹികപരമായ അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോലും തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം വസ്തു, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം. തർക്ക വസ്തുവാണ് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. പ്രൊമോഷൻ അഥവാ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നാട്ടിലേക്ക് തിരികെ വരുവാൻ സാധ്യത കൂടുതലാണ്. അത് സന്തോഷത്തോടെ തന്നെ വരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ യൂഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം തീർച്ചയായും മാറ്റിവച്ചതായ പല കാര്യങ്ങളും ഈ സമയം ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. എന്നാൽ അമിതമായ വിശ്വാസം, ഉത്കണ്ഠ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചതി സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. കാര്യങ്ങൾ അനുകൂലമാവുക തന്നെ ചെയ്യും.